ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അങ്ങനെ എൻ്റെ ഫിസിക്സ് പബ്ലിക് പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ നല്ല ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് എക്സ്പെരിമെൻറ്റും കാര്യങ്ങൾ പഠിക്കാണ്ട് തിയറി, ഇക്വേഷന്, ടാബ്ലാർ കോളൊക്കെ മാറിപ്പോകുമെന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ എനിക്ക് ഇതാവും കിട്ടുക എന്നുള്ളത്. ഞാൻ പ്രിസം ഒന്നും എനിക്ക് കിട്ടുന്ന എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പ്രിസം അതുപോലെ തന്നെ കൺകറൻറ്റ് ഫോഴ്സും ആണ്. രണ്ടും വരയ്ക്കാനുള്ളത് തന്നെയായിരുന്നു കേട്ടോ. ആദ്യം കൺകറൻറ്റ് ഫോഴ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ കൺകറൻറ്റ് ഫോഴ്സ് എളുപ്പമാണല്ലോ, പാരലോഗ്രാം. അപ്പോൾ ആദ്യം അത് +1 അതും +2 പ്രിസുമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എളുപ്പമുണ്ടായിരുന്നു. ഞാൻ നല്ല രീതിയിൽ വൃത്തിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ റെക്കോർഡിൽ എഴുതിയ ഏകദേശം വാല്യൂവിനാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സെയിം വെയിറ്റ് ആട്ടോ ഉണ്ടായിരുന്നത് ആ ഗിവൺ ബോഡിക്ക്. അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല എളുപ്പമൊക്കെ ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ രണ്ടാമത്തത് പ്രിസായിരുന്നു. പ്രിസത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ പ്രിസം 6 റീഡിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ. 6 ടൈംസ് റീഡിങ്ങും കാര്യങ്ങളും എടുക്കണം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30, 35, 40, 45, 50, 55 ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ എടുത്തു പോകണമല്ലോ. അപ്പോൾ അതിന് കുറച്ച് സമയവും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് അതല്ലായിരുന്നു, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനില്ലായിരുന്നു. മിനിമം ഡീവിയേഷൻ ഉണ്ടല്ലോ, ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഗ്രാഫിൽ ഫ്രം ആംഗിൾ ഓഫ് ഡീവിയേഷൻ കാണാനായിരുന്നു ഫ്രം ദി ഗ്രാഫ് വരച്ചിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് 37 ആണ്. 37 ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് രണ്ടും വരയ്ക്കാനുള്ളതാണ്. പാരലോഗ്രാമിൻ്റെ ഇതാണെങ്കിൽ കൂടെ ബോർഡ് വെച്ച് നമുക്ക് വരയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് പ്രിസാണെങ്കിലും വരയ്ക്കാനും എല്ലതും ഒരുപാട് ടൈം ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊക്കെ പഠിച്ചതുകൊണ്ട് മേ ബി എനിക്ക് എളുപ്പമായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഈ തിയറിയും കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവും എന്നുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഓരോ സംഭവങ്ങളും ഡയഗ്രാം ആണെങ്കിലും, ഇപ്പോൾ നമ്മുടെ തിയറി പോർഷനിലാണെങ്കിൽ ഫിഗറും ഡയഗ്രാം ആണെങ്കിൽ ഡയഗ്രാം, അല്ലെങ്കിൽ എന്ത് ഫിഗറാണുള്ള ഫിഗറും കാര്യങ്ങളൊക്കെ വരയ്ക്കണമല്ലോ. അപ്പോൾ അതൊക്കെ മറക്കുമോ, തിയറി പോർഷൻ മറക്കുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ആകെ ടെൻഷനായിരുന്നു. എനിക്ക് നല്ല ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഓക്കെ, അവിടുന്ന് എനിക്ക് കിട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വാല്യൂസൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയൊക്കെ ചെയ്ത്, അതുകൊണ്ട് തന്നെ നല്ല ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതായിരുന്നു ലാബ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ എൻ്റെ ഫിസിക്സ് റെക്കോർഡിലും നല്ല രീതിയിൽ ഇവിടുന്ന് ഹോൾ ഇടില്ല, കാരണം നല്ല തിക്നെസ് ഉള്ള കാരണം ഇവിടെ നിന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഹോള്. മാത്സിനെക്കാട്ടി നല്ല ശക്തമായിട്ട് ഇതിൽ കുത്തി തറച്ച് കയറ്റിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയത് പാരലോഗ്രാമും പ്രിസും ആണെന്ന് പറഞ്ഞ് പ്രിസത്തിൻ്റെ ഞാൻ വിചാരിച്ചു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒക്കെ കാണേണ്ടി വരുന്നത്. പക്ഷേ അതിൽ മിനിമം ഡീവിയേഷൻ മാത്രം കണ്ടാൽ മതി. അപ്പോൾ മിസ്സിനോട് ചോദിച്ചു മിനിമം ഡീവിയേഷൻ മാത്രം കണ്ടാൽ മതിയോ. അപ്പോൾ മിസ് പറഞ്ഞ് ക്വസ്റ്റ്യനിലുള്ള മാത്രം കണ്ടാൽ മതി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണേണ്ട ആവശ്യമില്ല പറഞ്ഞ്. അപ്പോൾ അത് എഴുതി. ഡയഗ്രാം കാര്യങ്ങളൊക്കെ വരയ്ക്കാനുണ്ടായിരുന്നു, ഇതൊക്കെ വരയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. പാരലോഗ്രാമിൽ അതും ഒക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, നല്ല എളുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ് എക്സാം എഴുതിയതിൽ. വൈവ ക്വസ്റ്റ്യൻ ചെറിയ രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പാരലോഗ്രാമിൽ ഒന്നാമത് നമ്മൾ തിയറിയിൽ എഴുതുന്നതാണ്. പാരലോഗ്രാം എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ ലോ എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോ സ്റ്റേറ്റ് പറഞ്ഞു കൊടുത്തു. പിന്നെ മറ്റേതെന്ന് പ്രിസത്തുനിന്ന് ചെറിയ കാര്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മിനിമം ഡീവിയേഷൻ അങ്ങനെയുള്ള രീതിയിൽ ചെറിയ കാര്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് വൈവ ക്വസ്റ്റ്യനൊക്കെ പേടി ഉണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സിനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളൂ. നിങ്ങൾക്ക് ഏതൊക്കെ കഴിഞ്ഞ് ഏതൊക്കെ എളുപ്പമുണ്ടായിരുന്നൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ഇടും കേട്ടോ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്ക് ഒന്ന് മസ്റ്റായിട്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. ദിസ് ഈസ് അഭിനവ് സൈനിങ് ഔട്ട്. ബൈ.